ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഞാൻ ആയിരം നന്ദി പറയുന്നു. 2023 ജനുവരി 17 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ബോറ് കുത്തിയതിൻ്റെയാണ്. എനിക്ക് വെള്ളമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ആ വെള്ളമില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസം 25 ഞാൻ ഇവിടെ ജവമാൽ റാലിയിൽ പങ്കെടുത്ത് ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ട് കുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു കാശുരൂപം തന്നു. ഞാനങ്ങനെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ബോർവെൽ കുത്തി 485 അടിക്ക് എനിക്ക് 2 ഇഞ്ച് വെള്ളം കിട്ടും. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം കേൾക്കുന്നത് ബിജുവിൻ്റെയാണ്. ഡിസംബർ 26 മംഗലാപുരത്ത് ചങ്കിന് വേദനയായിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റായി. അത് അങ്ങനെ 15 ദിവസം അവിടെ കിടന്നു. പാൻക്രിയാസിൻ്റെ തകരാറാണെന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പനിയായി വീണ്ടും ആസ്പത്രിയിൽ ചെന്ന് അന്നേരം തന്നെ അവർ ICUവിലേക്ക് കയറ്റിയത്. ICUവിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുന്ന വഴിക്കാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് തൈലമില്ലായിരുന്നു, ഉടമ്പടി തൈലമില്ലായിരുന്നു. ഉടമ്പടി ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. ഉടമ്പടി ഉപ്പുമായി പോയി ICUവിൽ കയറി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാനിവിടെ വരുന്നതിന് മുൻപ് ICUവിൽ നിന്ന് ഇറക്കി എന്നറിഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു പാൻക്രിയാസിന് പൊട്ടി ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ 30 ലക്ഷം രൂപയാകും എന്ന്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് 10-15 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു വയറ്റ് വേദന എടുത്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മോഷൻ വയറ്റിൽ പോകുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് ഈ കുടൽ പുറത്ത് ബാഗിലിടണമെന്ന്. അങ്ങനെ രണ്ടാമതൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ റിപ്പോർട്ടും ഈ ഫോട്ടോയും അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. അച്ഛൻ ഇത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് എന്നോട് വന്ന് പറഞ്ഞു പേടിക്കണ്ട, ഒന്നും സംഭവിക്കാമെന്ന്. അങ്ങനെ വീണ്ടും പോയി. അത് കഴിഞ്ഞിട്ട് ആർട്ടിലേക്കുള്ള ഞരമ്പ് പൊട്ടി ബ്ലഡ് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും പൊട്ടുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആളെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പൊട്ടി. ആ പൊട്ടിയ സമയത്ത് ആകെ പ്രശ്നമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നോ. അങ്ങനെ ICUവിൽ ഉടമ്പടി തൈലവുമായി കയറിക്കോട്ടെ എന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു കയറിക്കോ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന്. അങ്ങനെ ICUവിൽ കയറി ഉടമ്പടി തൈലം തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് കൂതാശകളെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതുവരെ കയറാതിരുന്ന ബ്ലഡ് കയറാൻ തുടങ്ങി. ഈ ബാക്കി അങ്ങനെ ഇവിടം വരെ ഈ വേദിയിൽ വന്ന് ഇവിടെ ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും 100,000 നന്ദി പറയാമെന്നും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും, എല്ലാ സഹോദരങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഇപ്പോഴുണ്ട്. ഇവിടെ വരാൻ പറ്റിയതിന് ദൈവത്തിന് 100,000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേപ്പർ കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും വാട്സപ്പിലും എല്ലാം അയക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്ന ഒരു അനാഥാലയത്തിൽ ഞാൻ വസ്ത്രവും പൈസയും അത്യാവശ്യം കൊടുക്കാറുണ്ട്. പ്രഭാവമില്ലാത്ത രോഗികൾക്ക് പൈസ സഹായിക്കാറുണ്ട്. പാവപ്പെട്ടവർക്ക് അരിയും സാധനവും മേടിച്ചു കൊടുക്കാറുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, ബാബു മാത്യുവിൻ്റെ കർണാടകയിൽ നിന്നുള്ള മോൻ്റെ സാക്ഷ്യമാണ്. അവിടെ വെള്ളം കിട്ടാതെ വിഷമിച്ച സമയത്ത് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ കൊടുത്ത കാശുരൂപം കൊണ്ടുവന്നു വിശ്വാസപ്രമാണം ചൊല്ലി ആ സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അനേകം മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ വെള്ളം കിട്ടിയെന്ന്. അതിനുശേഷം തൻ്റെ സഹോദരൻ മരണത്തോട് മല്ലടിച്ച് നിൽക്കുമ്പോൾ ആ ഫോട്ടോ എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് കാണിച്ചു. അച്ഛൻ ബ്ലസ് ചെയ്തിട്ട് പറഞ്ഞു ധൈര്യമായി പൊയ്ക്കൊള്ളുക, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടണ്ട. ഉടമ്പടി എടുത്തിട്ട് എന്തിനാ ഭയപ്പെടുന്നത്? ഭയം മാറ്റിത്തരുന്നതാരാ? പരിശുദ്ധ അമ്മയാണ്. സെഹേൻ ഊട്ടുശാലയിൽ നിന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ധൈര്യപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുണ്ട്. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ യാതൊരു പ്രയാസവും കൂടാതെ ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമാണ്. അതിന് അമ്മ മാതാവ് നിങ്ങളെ സഹായിക്കും.
അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി അദ്ദേഹം ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാൻ കൈവിട്ടിരിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഉടമ്പടി തൈലമൊന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തൊന്ന് ഉപയോഗിക്കട്ടെ. ഡോക്ടർ സമ്മതിച്ചു. അങ്ങനെ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഹൃദയത്തിലെ വാൽവിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമ്മ നൽകുന്നത്. ഉടമ്പടി ജീവിതം ഉടനടി പരിഹരിക്കുകയാണ്. അവൻ പറയുന്നത് പോലെ നീങ്ങിയപ്പോൾ ഇതാണ് കർത്താവിൻ്റെ അനുഗ്രഹം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുത്തുകയുമില്ല. പരിശുദ്ധ അമ്മ വഴി ഇത്രയും വലിയ അനുഗ്രഹം ഈ മക്കൾക്ക് നൽകിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈശോയിലേക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.